ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരാളുടെ ഒരു വീഡിയോ വന്ന് ഞാൻ ₹1 ഫോൺ എടുത്തു. അയാളുടെ മെയിൻ ഓഡിയൻസ് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മാത്രമാണ്. ആ സാധനം ഒരിക്കലും ആ ഒരു ആപ്പിൽ ഒരിക്കലും പറ്റില്ല. ഫേമസ് ആയിട്ടുള്ള നല്ല വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ ടാഗ് ലൈനിലാണ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞത് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്. അതെന്താ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്? പലരും ചാരിറ്റി ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അയാളുടെ അക്കൗണ്ട് വെറുതെ അല്ല അടിച്ചു പോയത്. അക്കൗണ്ട് പോയാലും BM എടുത്തു. അതെ അതെ, അക്കൗണ്ട് പോയി BM എടുത്തു. എന്നിട്ട് ഇയാൾ വലിയ നന്മമരം ഞാൻ അറിയാതെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആളിരുന്ന ആളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഇത് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവർ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇത് ചാരിറ്റി ചെയ്യുന്നത് ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. പലരും ന്യായീകരിക്കുന്നുണ്ട്. വേണമെങ്കിൽ കളിച്ചാൽ പോരെ എന്നല്ല പലരും പറയുന്നത്. ചിലർ പറയുന്നു ഞാൻ ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഡിസ്ക്ലൈമർ ഒക്കെ കരുതുന്ന മ്യൂച്വൽ ഫണ്ട്, ഡെയിലി സാലറി. ഡെയിലി സാലറി. അപ്പൊ ഡെയിലി സാലറി, അതായത് ഡെയിലി സാലറി എന്ന് പറയുമ്പോൾ ലെവൽ 1 3 പേരെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ₹301 ഡെയിലി സാലറി. അപ്പൊ ശരിക്കും പറയാൻ നമ്മുടെ ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സാമ്പത്തികം തന്നെ മാറും. അതെ അതെ അതെ, കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ അവരെ വിളിക്കേണ്ട ഏജൻസി തന്നെയാണ്. ഇവരുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ കളിക്കാൻ പോവാണ്, നിങ്ങൾ നോക്കിയോ. കളിച്ചു കിട്ടി. പലരും കാണിക്കുന്ന ഡെമോ അക്കൗണ്ട് എന്റെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഡെമോ അക്കൗണ്ട്. പക്ഷെ ഇതേ സാധനം ഇതും വിശ്വസിച്ച് ഒരാള് പോയി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ശരിക്കും ഒരു അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ട. ഇത്ര ആത്മഹത്യ നടക്കും. ഞാൻ ഇഷ്ടംപോലെ ഗാംബ്ലിംഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിച്ചിട്ടുള്ളതാണ്. പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളിൽ കളിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് കൈവരയ്ക്കാൻ തുടങ്ങാന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലരും ഇതേപോലെ വീട് പണയം വെക്കുന്നതും അല്ലെങ്കിൽ സ്വർണം പണയം വെക്കുന്നതും. ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ടാണ് ഈ ചെറിയ കുട്ടികളെ വരെ ഇവർ തള്ളിവിടുന്നത്. സൂയിസൈഡിന്റെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? 10 മറ്റോ പഠിക്കുന്ന പയ്യ ഗാംബ്ലിംഗ് ആപ്പിലൊക്കെ കൊണ്ട് പൈസ ഇട്ടിട്ട് 15,000 നഷ്ടപ്പെട്ടു. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നു. ഗെയിമിൽ പൈസ പോയിരുന്നില്ല. ഇതൊരു സൈബർ ക്രൈമിൽ നമ്മൾ പോയി പെട്ടു എന്നുള്ള രീതിക്ക് തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഉള്ളത് ഒരു ഇൻഫ്ലുവൻസറാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച ഒരു ഇൻഫ്ലുവൻസർ. ലെറ്റ്സ് വെൽക്കം അഭിജിത്ത്. ഹായ്. ഇൻഫ്ലുവൻസർ എന്നൊന്നും വിളിക്കേണ്ട, വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു വിളിച്ചു. കണ്ടന്റ് ക്രിയേറ്ററിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, അതെ, നമ്മളിപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന തെറ്റുകൾ, അവരുടെ ഫേസ് അല്ലെങ്കിൽ അവരുടെ പേര് ഉപയോഗിച്ച് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി തോന്നിയിരുന്നില്ലേ? പേടി നമുക്കത് തോന്നേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ 1-2 വീഡിയോകൾ ചെയ്യുമ്പോൾ തോന്നി ഇവര് ഇപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഒരാളുടെ ഒരു മേജറായിട്ട് നിൽക്കുന്ന ഒരാളുടെ ആയിരുന്നു ഞാൻ ആദ്യം എടുത്തു പറഞ്ഞിരുന്നത്. കാരണം ഐ വാസ് ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആള് ഒരു നന്മമരം തന്നെയായിരുന്നു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നന്മകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന, ആൾക്കാർക്ക് ചായക്കട വെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ പലരെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആള് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു. അതേ വീഡിയോയിൽ തന്നെ പറയുന്നു ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം, നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, നിങ്ങൾ ഈ ഗെയിം കളിച്ചാൽ മതി എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അത് ചോദിച്ചേണ്ട ഒരു കാര്യം തന്നെയല്ല. അപ്പോൾ അത് പേരെടുത്ത് മാത്രം പറഞ്ഞാലേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആളുടെ ഒരു ഫേസ് പോലും ബ്ലർ ചെയ്യാതെ ആളെ ടാഗ് ചെയ്തിട്ട് തന്നെ ചെയ്തത്. അവർക്ക് എന്തും പറയാമെന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ നമുക്കും എന്ത് പറയാം. ഇപ്പോൾ ഇൻഫ്ലുവൻസിനെ ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്നുണ്ടോ? അവരെ പലരെയും ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് വിളിക്കുന്നത്. കാരണം അവരിപ്പം പലപ്പോഴും ഒരു ഏജന്റ് അല്ലെങ്കിൽ പലതിന്റെയും പല ആൾക്കാരുടെയും ജോലിക്കാർ എന്ന് പോലെയല്ല നിൽക്കുന്നത്. അതെ അതെ അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതേപോലത്തെ ഗാംബ്ലിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ജസ്റ്റ് ഒരു പ്രൊമോഷനാണ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് മനസ്സിലായി. കാരണം എനിക്കും ഇതേപോലെ ഏജന്റ് ആവാനുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്കും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏജന്റ് എന്ന് പറയുന്ന വാക്ക് ഞാൻ പലരും വിചാരിക്കും നമ്മൾ വെറുതെ പറയുന്ന അല്ല. ഈ ഇതേപോലത്തെ ഗാംബ്ലിംഗ് ആപ്പുകൾ അതിലോട്ട് ആളെ ചേർക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പേരാണ് ഏജന്റ് എന്നുള്ളത്. അപ്പൊ ഈ ഏജന്റ് എന്നുള്ള ഒരു സാധനത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് ഈ ഒരു ജസ്റ്റ് വീഡിയോയ്ക്കുള്ള പ്രൊമോഷൻ മാത്രമല്ല അവർക്ക് കിട്ടുന്നത്. അതില് കമ്മീഷൻ സ്ട്രക്ചർ ഉണ്ട്. കമ്മീഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇയാളുടെ ലിങ്ക് വഴി ഒരാൾ പ്രൊമോഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ ലിങ്ക് കൊടുക്കുന്നു. ആ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ ₹100 ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ₹30 വരെ അവർക്ക് കിട്ടും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡെയിലി സാലറി ഓഫർ ചെയ്യുന്നുണ്ട്. 3 പേരെ ആക്റ്റീവായിട്ട് ഈ പറയുന്ന ഗാംബ്ലിംഗിൽ ഈ കളർ പ്രൊഡിക്ഷൻ ഇതിലേക്ക് കയറുകയല്ല, ആക്റ്റീവായിട്ട് നിർത്തുക. എല്ലാ ദിവസവും അവരെ കൊണ്ട് പൈസ ഇടിപ്പിക്കണം. അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ ഇവർക്ക് 3 ആളാണെങ്കിൽ ഡെയിലി എത്രയാ ₹300-600. അത് കൂടുന്തോറും ഒരു 1000 പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 1000 പേരെ നമ്മൾ ആക്റ്റീവ് മെമ്പേഴ്സ് ആക്കിയിട്ട് കൂടെ നിർത്തുകയാണെങ്കിൽ ഈ പറയുന്ന ഏജൻസിന് കിട്ടുന്ന ₹1,00,000 ഡെയിലി സാലറി എന്നുള്ള കണക്കില്. അതെ, ഇതെനിക്ക് ഓഫർ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് എല്ലാവർക്കും ഇതേപോലെ ഓഫർ വന്നുകൊണ്ടിരിക്കും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊരു 10-50K അല്ലെങ്കിൽ ഒരു 30K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് കാണിച്ചു തരാം. ഡെയിലി സാലറി. ഡെയിലി സാലറി. അപ്പൊ ഡെയിലി സാലറി
അതായത് ഡെയിലി സാലറി എന്ന് പറയുമ്പോൾ ലെവൽ 1 3 പേരെ ആക്റ്റീവായിട്ട് ഇരുത്തിയാൽ 301 രൂപ ഡെയിലി സാലറി കിട്ടും. ഡെയിലി സാലറി കേട്ടോ ഇവർ ഓഫർ ചെയ്യുന്ന. പിന്നെ ലെവൽ 2 5 പേരെ നിർത്തി കഴിഞ്ഞാൽ 600. ലെവൽ 6 60 പേര് ആക്റ്റീവായിട്ട് എടുത്താൽ 10,000 രൂപ. അപ്പൊ ശരിക്കും പറയാം നമ്മുടെ ഫോളോവേഴ്സ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ സാമ്പത്തികം തന്നെ മാറും. അതെ അതെ അതെ. ലെവൽ 2 അതായത് ഇവരെ നമ്മൾ ഇരുത്തി പലരുടെയും ടെലിഗ്രാം ഗ്രൂപ്പുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർ ദിവസം ഇരുന്ന് ഇന്ന് ഇത്ര ചെയ്യും, ഇന്ന് ഇവിടെ പ്രഡിക്ഷൻ നടക്കും, ഇപ്പൊ നല്ല രീതിക്ക് പൈസ കിട്ടുന്ന സമയമാണെന്ന് വരെ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോഴും പല ഗ്രൂപ്പുകളും ആക്റ്റീവാണ്. ഈ കുറച്ച് പേരുടെ അക്കൗണ്ടുകളൊക്കെ പോയല്ലോ, അവരുടെ അക്കൗണ്ടുകളിൽ പോയെങ്കിലും അവര് 1-2 ആൾക്കാരൊരു എന്താ പറയാ ഏതൊരു ഫാമിലിക്കാരൻ അയാളിരുന്ന് ഞാൻ അക്കൗണ്ട് പോയാലും BM എടുത്തു. അതെ അതെ, അക്കൗണ്ട് പോയി BM എടുത്തു. അപ്പൊ എന്നിട്ട് ആള് യൂട്യൂബിൽ വന്ന് പറയുന്നത് അയ്യോ എനിക്ക് ഈ അക്കൗണ്ട് ഡിസേബിൾ ആയതാണ്, അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. എന്നിട്ട് ഇയാള് വലിയ നന്മമരം ഞാൻ അറിയാതെ ഒരു പ്രൊമോഷൻ ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആളിരുന്ന് ആളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ഇത് തന്നെ പറയുന്നുണ്ട്. കാരണം ഇവർക്ക് ഇത് നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഇതേപോലെ ആൾക്കാരെ കൊണ്ട് പൈസ ഇടിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദിവസവും സാലറി കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഇതേപോലെ ഡെപ്പോസിറ്റ് ബോണസ്, അതും കാണിച്ചു തരാം. അവര് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ബോണസ് കിട്ടും അല്ലേ? അതെ അതെ. അതായത് ഒരു 3 പേര് 300 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 200 രൂപ കിട്ടുകയും ചെയ്യും. ഇവർ ഇടുന്ന പൈസയുടെ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഇവരുടെ വ്യൂവേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് പോയി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പൈസയും കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ ഇതേപോലെ ഏജന്റ് റിബേറ്റ്, ഇതെല്ലാം ഓഫർ വരുന്ന. ശരിക്കും പറഞ്ഞാൽ അവരെ വിളിക്കേണ്ട ഏജന്റ്സ് തന്നെയാണ്. കാരണം ഇതാണ് ഓഫർ വരുന്നത്. ശരിക്കും അതൊക്കെ ലീഗലാണ് അല്ലല്ലോ? റമ്മി ആക്ച്വലി ലീഗലാണ്. അതെങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ അതും ഒരു ഗാംബ്ലിംഗ് തന്നെയാണല്ലോ, ഒരു ഗെയിം. ബേസിക്കലി നമ്മുടെ ഒരു ലുക്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതാട്ടം തന്നെയാണ്. 2 തരത്തിലാണ് ഈ പറയുന്ന പൈസ ഇൻവോൾവ് ആയിട്ടുള്ള ആപ്പുകൾ ഉള്ളത്. ഗെയിം ഓഫ് സ്കില്ലും ഗെയിം ഓഫ് ചാൻസും. ഗെയിം ഓഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ചീട്ട് കളിക്കുന്നതിൽ കുറച്ച് സ്കില്ല് വേണമെന്ന് അവർ കോടതിയിൽ പോയി പ്രൂവ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലീഗലായിട്ട് നിൽക്കാൻ വേറെ 2 കാര്യം കൂടി ഉണ്ട്. ടാക്സ് കൊടുക്കണം അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യയിൽ ഓഫീസ് വേണം. അങ്ങനെയുള്ള ആപ്പുകളൊക്കെയാണ് ഈ ലീഗലായിട്ട് നടക്കുന്നത്. ഇവരൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പരസ്യം ചെയ്യുന്നുണ്ട്. ഇവർ ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് അങ്ങനെ പരസ്യം ചെയ്യുന്നില്ല. ബാക്കി പറയുന്ന ഇല്ലീഗലായിട്ടുള്ള ആപ്പുകൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആഡ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആഡ് നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ. നമ്മള് ഈ ആഡിന്റെ ഓരോരോ പേജുകളൊക്കെ നോക്കുകയാണെങ്കിൽ റാൻഡം പേരുകളായിരിക്കും. ആ പേജൊക്കെ ഒരു ദിവസം റൺ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഗെയിം ഇപ്പം നമുക്കിത് ഇത്രയും ആൾക്കാരിലേക്ക് എത്താൻ കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ഗെയിം കളിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ശരിക്കും ഇവര് പൈസ ഉണ്ടാക്കാൻ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഇവര് വഴി ഇപ്പൊ ഗെയിം കളിക്കുന്ന ഇവര് വഴി ഇത് എത്തിക്കുക, ഇപ്പൊ ഈ ഗാംബ്ലിംഗ് എത്താൻ ഭയങ്കര എളുപ്പമാണ്. അതെ അതെ. ഈ ഇടയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു ബോക്സോ കേസിലൊക്കെ പെട്ടിട്ട്. ആള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആള് വിട്ട വീഡിയോ എന്താണെന്നറിയോ? ആദ്യത്തെ വീഡിയോ. അപ്പൊ ഞാൻ 2 ദിവസം കൊണ്ട് ഐഫോൺ എടുത്തു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. എങ്ങനെയാ ഐഫോൺ എടുത്തെന്ന് അറിയോ? ഗെയിം കളിച്ചിട്ട്. കുറച്ചൊരു ശതമാനം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് വെറുതെ ഇവൻ പറയാണ്, ഇവൻ പൈസ കിട്ടാൻ വേണ്ടി പറയാണെന്ന്. അതല്ലാതെ ഇപ്പോൾ നമ്മളല്ലാതെ ഇപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണുന്നതൊക്കെ ചെറിയ കുട്ടികളൊക്കെയാണ്, ബുദ്ധി പോലും ഉറക്കാത്ത, ഇതൊക്കെ എന്താണ് ഏതാണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് കാണുന്നത്. അവരുടെ അടുത്താണ് ഇവർ ഈ പറയുന്നത് ഗാംബ്ലിംഗ് എന്നുള്ള അല്ലെങ്കിൽ ചൂതാട്ടം എന്നുള്ളൊരു ട്രാപ്പിലോട്ട് ഇവരൊക്കെ പറഞ്ഞു വിടുന്നത്. അതൊക്കെയാണ് അതിന്റെ ഒരു ഇത്. ഇപ്പൊ ലീഗലായിട്ട് നടക്കുന്ന ആപ്പുകളിൽ നമുക്ക് 18 വയസ്സിന് താഴെയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ശരിക്കും പറ്റില്ല. KYC ഒക്കെ ചില ആപ്പുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ, ഒരു 2 മാസം 3 മാസം മുന്നേ ഒരു പയ്യൻ എനിക്കൊരു മെസ്സേജ് എന്നെ ഈ സ്റ്റോറിയിലൊക്കെ ടാഗ് ചെയ്യുന്നത്, ഏതോ റാൻഡം അക്കൗണ്ടാണ്, പേര് ഉൾപ്പെടുത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആളിങ്ങനെ സ്റ്റോറിയിൽ തന്നെ ഞാൻ സൂയിസൈഡിന്റെ വക്കിൽ നിൽക്കുകയാണ് ചേട്ടാ, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-ലോ മറ്റോ പഠിക്കുന്ന പയ്യൻ, ആ പഠിക്കുന്ന പയ്യന് ഇതേപോലെ ഏതൊക്കെയോ ഗെയിമിലും ഗാംബ്ലിംഗ് ആപ്പിലും ഒക്കെ കൊണ്ട് പൈസ ഇട്ടിട്ട് 15,000 രൂപ നഷ്ടപ്പെട്ടു. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് 15,000 എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. അപ്പൊ ആ കുട്ടിയെ പറഞ്ഞത് ഞാൻ ഒരുപാട് സമാപിച്ച് നോക്കിയാന്ന്, എന്തായെന്ന് അറിയില്ല കേട്ടോ. അല്ല, ഇങ്ങനെ ഫേക്ക് ഗെയിംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലീഗലി ചെയ്യാൻ എന്റെ പൈസ പോയി, ഇപ്പൊ എന്റെ പൈസ പോയെങ്കിൽ എനിക്ക് എന്താണ് എന്റെ അടുത്ത ഓപ്ഷൻ? ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ ഇതിൽ ലയബിൾ ആണ്. അപ്പോൾ ലയബിൾ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ഈ ആപ്പിന്റെ പേരിലും കേസ് കൊടുക്കണം, ഇവർക്കും കൂടെ കേസ് കൊടുക്കണം. അതായത് കംപ്ലൈന്റ് ആർക്കെതിരെയാണോ അവർക്കെതിരെയും കൂടെ കേസ് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമ്മുടെ എത്ര പൈസ പോയോ അതിന് ലയബിൾ ഇവരുമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക. സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഇത് പൈസ പോയി, ഗെയിമിൽ പൈസ പോയി എന്നല്ല, ഇതൊരു സൈബർ ക്രൈമിൽ നമ്മൾ പോയി പെട്ടു എന്നുള്ള രീതിക്ക് തന്നെ കംപ്ലൈന്റ് കൊടുക്കണം.
എടുക്കണം. അതിൽ ഒന്നാമത്തെ പ്രതി അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതി എന്നുള്ള രീതിക്ക് ഇവരെ ഈ പറയുന്ന പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുടെ പേര് എന്തായാലും കൊടുത്തിരിക്കണം. അപ്പോഴാണ് ഇവരും ലയബിൾ ആവുള്ളൂ, അപ്പോഴാണ് ഇവർക്കും എതിരെ ആക്ഷനും വരുള്ളൂ. ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ട ആത്മഹത്യ നടക്കുന്നു. ഈ ഒരു കൊച്ചു പിള്ളേരുടെ ലൈഫ് അങ്ങോട്ട് സ്പോയിൽ ചെയ്യല്ലേ. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അഡിക്റ്റ് ആക്കി വിടുകയാണ്. ഇതിനെപ്പറ്റി പല സ്റ്റഡീസ് നടത്തിയിട്ടുള്ളതാണ്. ഞാൻ ഇഷ്ടംപോലെ ഗാംബ്ലിംഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സംസാരിച്ചിട്ടുള്ളതാണ്. പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതേപോലെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് പൈസ ഒന്നും കയ്യിൽ വെക്കാൻ പേടിയാണ്. അതായത് ഇങ്ങനെ ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളിൽ കളിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് കൈവിറയ്ക്കാൻ തുടങ്ങുകയെന്നാണ് പറയുന്നത്. എനിക്ക് ഫോൺ തുറന്നാൽ ഈ സാധനം എടുക്കാനെന്ന് തോന്നും, ബാക്കിയൊന്നും വേണ്ട. അപ്പോൾ പലരും അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബാങ്കിൽ വരുന്ന പൈസ ATM പോയി ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കുക. ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അവർ അറിയാതെ അതായത് അറിയാതെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ ഒരു അർജാണ് ഇതൊരു കൊണ്ടുപോയി പൈസ ഇടണം, അടുത്ത പൈസ ഉണ്ടാക്കണം എന്നുള്ള. അതിപ്പോൾ അവർക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലരും ഇതേപോലെ വീട് പണയം വെക്കുന്നതും അല്ലെങ്കിൽ സ്വർണം പണയം വെക്കുന്നതും സ്വർണം വിൽക്കുന്നതും വീട് വിൽക്കുന്നതും അല്ലെങ്കിൽ എന്താ പറയുക കടം വാങ്ങിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ടാണ് ഈ ചെറിയ കുട്ടികളെ വരെ ഇവര് തള്ളിവിടുന്നത്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരാളുടെ ഒരു വീഡിയോ വന്ന്, ഞാൻ 1 രൂപയ്ക്ക് ഫോൺ എടുത്തു. അതെ, 1 രൂപയ്ക്ക് ഞാൻ ഐഫോണോ എന്തോ ഒരെണ്ണം എടുത്തു, സാംസങ് ഗാലക്സി S24. അയാളുടെ മെയിൻ ഓഡിയൻസ് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മാത്രമാണ്. ആ സാധനം ഒരിക്കലും ആ ഒരു ആപ്പിൽ ഒരിക്കലും പറ്റില്ല. ഈ ഇടയ്ക്ക് ഒരു നടനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 70,000 രൂപ 5 രൂപയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. ഞാൻ ആ ആപ്പിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആപ്പിൽ നമുക്ക് ഒരിക്കലും 70,000 രൂപ 5 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ കാണുന്ന സാധാരണ ആൾക്കാർക്ക് ഇത് മനസ്സിലാവണ്ടേ. പുതിയ BM എടുക്കുന്നു, പുതിയ മറ്റേ ആ കാറിന്റെ അകത്ത് AC കാറ്റ് വരുന്നില്ല, കാരണം പൈസ കുത്തി വെച്ചിരിക്കുക. അപ്പൊ പിന്നെ മെത്ത നിറച്ച് പൈസ അതിൽ കിടക്കുന്നു. അത് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആണ്. അതെ അയാള്. പിന്നെ ഇതിൽ പറയേണ്ട കാര്യം ചാരിറ്റി. പലരും ചാരിറ്റി ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾ ടൂളായിട്ട് തന്നെ ഉപയോഗിച്ചത്. ഈ പറയുന്ന ആള് ഒരു വീഡിയോ തന്നെ യൂട്യൂബിൽ ഒരു അനാഥ മന്ദിരത്തിൽ പോയി പലർക്കും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് അവസാനം യൂട്യൂബിന്റെ അവസാനം ആ വീഡിയോയുടെ അവസാനം ഇതിനൊക്കെ എനിക്ക് എങ്ങനെ പൈസ കിട്ടിയെന്ന് അറിയോ? ഗെയിം കളിച്ചിട്ടാണോ? അല്ല, അത് യൂട്യൂബിൽ പറഞ്ഞാൽ യൂട്യൂബ് അടിച്ചു പോകും. യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടും. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ പൈസ കിട്ടിയത് ഞാൻ ഗെയിം കളിച്ചിട്ടാണ്. ആള് ഇതേപോലെ പക്ക ഏജന്റ് തന്നെ. ആളുടെ അക്കൗണ്ട് വെറുതെ അല്ല അടിച്ചു പോയത്. എൻ്റെ അടുത്തും പലരും ഇയാളുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ചോദിക്കുന്നത്, നീ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അവൻ 4 പേരെ സഹായിക്കുന്നില്ല, നിനക്കെന്താന്നാ ചോദിക്കുക. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നില്ല. അതെ, ഇപ്പൊ ഇവർ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇത് ചാരിറ്റി ചെയ്യുന്നത് ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. ആരെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആരെയും നമുക്ക് എടുത്തു പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഞാനാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും കുറച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക. അതെ, ശരിക്കും ഇവർ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിക്കുള്ള ഭീഷണികൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള ഭീഷണികൾ മാത്രമേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അതും കാര്യമാക്കുന്നില്ല. അപ്പൊ അവരെങ്ങനെയായിരിക്കും അതിനെ ന്യായീകരിക്കുന്നത്? പലരും ന്യായീകരിക്കുന്നുണ്ട്. വേണമെങ്കിൽ കളിച്ചാൽ പോരെ എന്നല്ലാണ് പലരും പറയുന്നത്. കാരണം ചിലർ പറയുന്നു ഞാൻ ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതാണ്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനത്തെ പരസ്യങ്ങളെ ചെയ്യരുതെന്ന്. ആ ഒരു സമയത്താണ് ഇതിന് ഡിസ്ക്ലൈമർ. ഈ ഡിസ്ക്ലൈമർ ഒക്കെ വെക്കരുതെന്ന് മ്യൂച്വൽ ഫണ്ടോ മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പറയുന്നത്. ഇവർക്കൊക്കെ കിട്ടുന്ന പൈസയും ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മണിയൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇവരൊക്കെ ഒരു റെന്റഡ് അക്കൗണ്ടുകൾ, അങ്ങനെ ഒരു സ്കാമും നാട്ടിൽ നടക്കുന്നുണ്ട്. പലരും റെന്റഡ് അക്കൗണ്ടുകൾ കൊടുത്തിട്ട്, റെന്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് വെറുതെ കിടക്കുക. ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് റെന്റിന് കൊടുക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റെന്റിന് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലെ നമ്പർ മാറ്റും, എന്റെ നമ്പർ ആക്കും. നിങ്ങളുടെ ATM കാർഡ് ചിലപ്പോൾ എനിക്ക് തരേണ്ടി വരും. ഒരു 2 മാസം ഞാൻ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഞാൻ തിരിച്ചു തരും. ഈ 2 മാസത്തിൽ നിങ്ങൾക്ക് ഒരു 10-30,000 രൂപ മാസം കിട്ടുകയും ചെയ്യും. പക്ഷെ ഈ അക്കൗണ്ടിൽ 10 കോടി 20 കോടി ട്രാൻസാക്ഷൻ നടക്കും. അപ്പൊ എനിക്കത് പ്രശ്നമല്ലേ? പിന്നെ പ്രശ്നമാവാതെ പല കേസുകളിൽ പിന്നെ അകത്ത് കൊണ്ടി വരും. ഇപ്പൊ നമ്മൾ ലീഗലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ വന്നിരിക്കുന്നത്. ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നത് പിന്നെ നിങ്ങളല്ലാണ്ട് പിന്നെ ആരാ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുക? നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ പുറത്ത് കൊടുക്കാനായിട്ട്? അത് ലീഗലി വാലിഡ് അല്ല. ബ്രോ പറഞ്ഞു നമുക്ക് ഇവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാന്ന് പറഞ്ഞു. ശരിക്കും ഇത്ര ആത്മഹത്യ അല്ലെങ്കിൽ ഇത്ര സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടൂടെ? നേരിട്ട് ഇടപെടണം. ഇപ്പോൾ ഗാംബ്ലിങ്ങിന്റെ ലോസ് വരുന്നത് പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട്
കറക്റ്റ് 1871 ആ ഒരു സമയത്തെ ലോ വെച്ചിട്ടാണ്, അതിന്റെ അമെൻമെന്റ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ലോ ആണ്. ഈ പറയുന്ന ഓൺലൈൻ ഗാംബ്ലിംഗ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നിയമനിർമ്മാണം വരുത്തണം, പുതിയ നിയമം വരണം. തമിഴ്നാട്ടിൽ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ഫുള്ളായിട്ട് ബാൻഡാണ്. അതായത് പൈസ ഇട്ടിട്ടുള്ള ഒരു കളിയും അവിടെ പറ്റില്ല. ശരിക്കും ഈ ബെറ്റിംഗും ഗാംബ്ലിംഗും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടോ അതോ സെയിം ആണോ? ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബെറ്റിംഗ് എല്ലാം ഗാംബ്ലിംഗിന്റെ താഴെ വരും. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. ബെറ്റിംഗ് എന്ന് പറയുമ്പോൾ പക്ക ബെറ്റിംഗ് എന്നുള്ള ഒരു ടേം എന്ന് പറയുന്നത് സ്പോർട്സ് ബെറ്റിംഗിലൊക്കെയാണ്. നമ്മൾ ജയിക്കുന്ന പറഞ്ഞ ടീം ജയിച്ചാൽ നമുക്ക് പൈസ കിട്ടും. നമ്മൾ ജയിക്കുന്ന പറഞ്ഞ ടീം തോറ്റാൽ ആ പൈസ പോകും. അതാണ് ബെറ്റിംഗ്. അത് ലീഗലാണോ? അത് ലീഗലൊന്നുമല്ല. അതിന്റെ പേരിൽ എത്ര കേസ് നടന്നതാ. ഇതൊക്കെ ആൾക്കാരിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന ആരാ? ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഈ പറയുന്ന സൈറ്റുകളൊക്കെ ബാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരെണ്ണം ബാൻ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ 3-4 വേറെ റെഡിയാണ്. ഈ പറയുന്ന ഇന്നൊരെണ്ണം ബ്ലോക്ക് ചെയ്തു, നാളെ പുതിയ ഡൊമൈനാണെന്ന് ആരാ എത്തിച്ചു കൊടുക്കുന്നത്? ഈ പറയുന്ന ഏജൻസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമുക്ക് ഇവരെ കയറി നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവരുടെ പേജ്. പലപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ പേജിൽ കയറിയിട്ട് ഇവരുടെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ ചെല്ലത്തുള്ളൂ. കാരണം ഇതൊക്കെ ദിവസം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു പുതിയ ഡൊമൈൻ എടുത്തു, ഈ പറയുന്ന ആൾക്കാർ പുതിയ URL ആയിട്ട് വന്നു, ഈ ഗവൺമെന്റ് ഇതെന്ന് അറിയുമ്പോഴേക്കും ഒരു 2 ദിവസത്തിൽ അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇവരെന്താ ചെയ്യുക? ഈ പറയുന്ന പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇതിൽ കയറുന്ന പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഇവരുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഞാൻ എന്താ കളിക്കാൻ പോവാണ്, വണ്ടിയിലേക്ക് ഇരുന്ന് കാണുന്നുണ്ട്, ഞാൻ എന്താ കളിക്കാൻ പോവാണ്, നിങ്ങൾ നോക്കിയോ കളിച്ചു കിട്ടി, ഞാൻ ATM പോയി പൈസ എടുക്കാൻ പോവാണ്. അതെ. ഇതെന്താന്ന് വെച്ചാല് പലരും കാണിക്കുന്ന ഡെമോ അക്കൗണ്ട്. എന്റെയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഡെമോ അക്കൗണ്ട്. കാരണം ഈ ഡെമോ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് പൈസ ഇടേണ്ട കാര്യമില്ല. അവര് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള സാധനമാണ് ഡെമോ അക്കൗണ്ട്. അതിൽ നമ്മൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം. ഈ പറയുന്ന 100 രൂപയ്ക്ക് ബെറ്റ് വെച്ചു, അപ്പോൾ നമ്മൾ ഈ ഡെമോ അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 30,000 തിരിച്ചു കിട്ടും. പക്ഷെ ഇതേ സാധനം ഇതും വിശ്വസിച്ച് ഒരാൾ പോയി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പോകും. ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് ഇതേപോലെ ഡെമോ അക്കൗണ്ട് കാണിച്ചിട്ട് ആ വീഡിയോ ചെയ്തു. ആൾക്കാരെ അത് പൊക്കി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ചെയ്ത അക്കൗണ്ടിൽ 1.8 കോടി കിടക്കുന്നു. ഇപ്പൊ 100 ലക്ഷമോ എത്ര വേണമെങ്കിലും അടിച്ചു കൊടുത്താൽ അതിൽ കാണിക്കും. അല്ലാതെ തോന്നുന്നുണ്ടോ ഇവര് മറ്റേ 1 കോടി ഇട്ടിട്ടാണ് ഇതിനകത്ത് കളിക്കുന്നതെന്ന്? അല്ല, നമുക്ക് ഇങ്ങനത്തെ വരുന്ന സ്കാമുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവയർനെസിന്റെ കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, നമുക്കറിയാവുന്ന പല ഇൻഫ്ലുവൻസേഴ്സും, ഫേമസ് ആയിട്ടുള്ള നല്ല വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ ടാഗ് ലൈനിലാണ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞത് ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്. അതെന്താ ഗവൺമെന്റ് സാറ്റിസ്ഫൈഡ്? ഗവൺമെന്റ് ആരെയാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അത് ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു കാര്യമല്ലേ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 500K ഫോളോവേഴ്സ് ഉള്ള, ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതിൽ 2000 കൊടുത്താൽ 20,000 രൂപ കിട്ടും, 4000 കൊടുത്താൽ 40,000 രൂപ കിട്ടും. എന്താ ഇപ്പൊ ഇത്? ഞാനൊരു ആളുടെ വീഡിയോ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12,000 രൂപ ഒരാള് കൊടുത്തിട്ട് ആളുടെ 12,000 രൂപ പോയി. ആള് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് വേറെയും 3-4 പേര് വന്നിട്ടുണ്ട്, അവരുടെയും പൈസ പോയിട്ടുണ്ട്. അവരുടെ ഇപ്പൊ കേസുകൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ പറയുന്ന ഇതിനൊന്നും ഒരു റെപ്പർക്കഷൻ ഇല്ല. അതായത് ഈ പറയുന്ന സാധനങ്ങൾക്കോ ഇതിനൊന്നും നമ്മളൊന്നും ഉത്തരവാദിയല്ല, നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ ഇനിയും വരുന്ന ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ആൾക്കാരോട് എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? ഒരിക്കലും നമുക്ക് ഇതേപോലെ പൈസ ഒന്നും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവര് നമ്മുടെ പൈസ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഡാറ്റ എൻട്രി, മറ്റേ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ പൈസകള് അല്ലെങ്കിൽ നമ്മുടെ പൈസ ചൂന്നെടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇല്ലാതെ ഒന്നും നമുക്ക് നടക്കില്ല. കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫാന്റസി മാറിയിട്ട് റിയാലിറ്റിയിലെത്തുക. അതെ, സോഷ്യൽ മീഡിയ ജസ്റ്റ് സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക. താങ്ക് യു സോ മച്ച് അഭിജിത്ത്. ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു ധൈര്യം കാണിച്ചത് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഒരു ദിശയിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ആൾക്കാരെ കാണിച്ച്, ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ്, ആൾക്കാരെ ടാഗ് ചെയ്ത്, അല്ലെങ്കിൽ ആൾക്കാർ ഇവരൊക്കെ ഫേക്ക് ആണെന്ന് കാണിച്ച ധൈര്യം, ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.